Then we'll get the ghee. And the ghee. Oh, yeah. Absolutely. It's one reason we can't lose weight, man. Ghee on everything. You drink water, you ghee in it. നീ കേക്ക് വാങ്ങിയേ, സർപ്രൈസ്. ഓ ഞാൻ അറിഞ്ഞില്ലേ. മന്തി എന്തിനാ വെക്കുന്നത്? ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുവല്ലായിരുന്നു ഗായ്സ്. മന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മന്തി. അപ്പൊ ഞാൻ എന്തോ ചെയ്യണ്ടേ? ആ കത്തിയോട്ടില്ലേ പോകണ്ടേ? ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, കത്തിയും കൊണ്ടുവന്ന് അവരെ വരവേൽക്കുന്നു. അതിനെന്തോ കത്തി മുള്ളുമായിട്ട് വരവേൽക്കണമെന്നാ. എന്തായാലും സർപ്രൈസ് ചീറ്റിപ്പോയി ഗായ്സ്. എനിക്കറിയത്തില്ലായിരുന്നു ഗായ്സ്, പക്ഷെ ചീറ്റിപ്പോയി ഗായ്സ്. വികാരമില്ലാത്ത ജീവി 2000. പിന്നെ എനിക്ക് ആർട്ടിഫിഷ്യലായിട്ടൊന്നും വികാരം ഇടാൻ അറിയത്തൊന്നുമില്ല. ഞാൻ ഓക്കെ. ബേക്കറിക്കാരൻ അവരെ എനിക്കറിയാം. ബേക്കറിക്കാരൻ കൊണ്ടുവന്നിട്ട് തരുമ്പോൾ തന്നെ അറിയാം ഇന്ന് എന്റെ ബർത്ത്ഡേ. കേക്ക് തരുമ്പോൾ തന്നെ അറിയാം ഇതാണ്. അങ്ങനെ അതിനടുത്ത് അങ്ങനെ ആക്ട് ചെയ്ത് അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പോട്ട് ഗൈസ്, അടുത്ത വർഷം നമുക്ക് എന്നാക്കാം ഗൈസ്. 4 ഒരു വികാരമില്ല. പിള്ളേർ തന്നെ എന്തോ വിചാരിച്ചതാണ്. ബേക്കറിൽ നിന്റെ ബർത്ത്ഡേ വിചാരിച്ചതാണ്. ഇല്ല, അവിടെ ബർത്ത്ഡേ പപ്പയെന്ന് ഇട്ടിരുന്നു. ഗൈസ്, അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നൊന്നും ചിന്തിച്ചല്ല. അപ്പം നല്ല പനിയായിരുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് പിന്നെ എന്തെങ്കിലും പിള്ളേർക്കൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ കുഴിമന്തിയൊക്കെ സെറ്റാക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്തായാലും അവൾ ആ സമയത്ത് പോയിട്ട് തന്നെ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓർഡർ ചെയ്ത് കേക്ക് കൊണ്ടുവന്നപ്പോൾ സർപ്രൈസ് ആയില്ല എന്ന് അവൾ പറയുന്നത്. എനിവേ ഞാൻ ഓർത്തത് കേക്കൊന്നും കാണത്തില്ല എന്ന് ചിന്തിച്ചു. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു സർപ്രൈസായിട്ട് ഉണ്ടായില്ലെങ്കിലും അവർ കൊണ്ടു തന്നു കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന പിള്ളേരെ, ബേക്കറിയിലെ പിള്ളേരല്ലേ, അങ്ങനെ സർപ്രൈസ് ആവേണ്ട ഒരു സാഹചര്യം അല്ലായിരുന്നു. എന്തായാലും കേക്കൊക്കെ മുറിച്ചു. അടുത്ത നമ്മുടെ റൂമിലുള്ളവരൊക്കെ കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ച് അങ്ങനെ ഒരു വർഷം കൂടെ ഒരു ബർത്ത്ഡേ കൂടെ ആഘോഷിച്ചു.